നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. മണലിപ്പുഴയിലെ മടവാക്കര കാച്ചക്കടവിൽ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാർ കണ്ടെത്തി. അപകടം നടന്ന കടവിന് 200 മീറ്റർ മാറി പുഴയിലേക്ക് മറിഞ്ഞു വീണ പനയിൽ തടഞ്ഞു നിന്ന നിലയിലായിരുന്നു. എതിർവശത്തെ പുഴയോരത്ത് ചൂണ്ടയിടാൻ എത്തിയവരാണ് കണ്ടത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 1-നായിരുന്നു അപകടം. കാർ ഓടിച്ചിരുന്ന ചാവക്കാട് മന്നലാംകുന്ന് സ്വദേശി സിനാൻ പുഴയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. ആലുവയിൽ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയായ സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം 5.5 മണിക്കൂർ തെരഞ്ഞിട്ടും കാർ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് കാർ കണ്ടെത്തിയത്. ചാവക്കാട് പിതൃബലി തർപ്പണത്തിന് പേരുകേട്ട പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണം നാളെ നടത്തും. പുലർച്ചെ 2:30 മുതൽ രാവിലെ 9 വരെ നടക്കുന്ന ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ വാക്കയിൽ വിശ്വനാഥൻ, വിക്രമൻ താമരശ്ശേരി, കൊഴപ്പാട്ട് ബാലൻ, വിനയദാസ് താമരശ്ശേരി എന്നിവർ അറിയിച്ചു. പഞ്ചവടി കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയിലാണ് ബലിതർപ്പണം നടക്കുക. ഒരേ സമയം 1000 പേർക്കിരുന്ന് ബലിയിടാനുള്ള പന്തലാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ബലിതർപ്പണത്തിനെത്തുന്ന 10,000 പേർക്ക് പ്രഭാത ഭക്ഷണം നൽകും. ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തുന്ന വിശ്വാസികൾക്ക് താമസിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബാരിക്കേഡുകളും ആൽത്തറ ചോയ്സിന്റെ നേതൃത്വത്തിൽ ക്ലോക്ക് റൂം, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, കടലിൽ ബലിയിട്ട് തിരിച്ചെത്തുന്നവർക്ക് കുളിക്കുവാനുള്ള കുളം, ഷവർ ബാത്ത് ഉൾപ്പെടെയുള്ള സംവിധാനവുമുണ്ട്. രാവിലെ തിലഹവനം, പിതൃസായുജ്യ പൂജ എന്നിവ നടത്താനുള്ള സൗകര്യവും ഉണ്ടാകും. കർക്കിടകവാവുബലി ആഗസ്റ്റ് 12 ബുധനാഴ്ച പുലർച്ചെ 2 മണി മുതൽ നടത്തപ്പെടുന്നതാണ്. ഈ പ്രാവശ്യം 10 വർഷങ്ങളെ അപേക്ഷിച്ച് വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. പുരയ്ക്കുള്ളിൽ ബലിയിടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാഹന സൗകര്യങ്ങളും വലിയ വാഹനങ്ങളുടെ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. SNDP യോഗം ഗുരുവായൂർ യൂണിയൻ പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം ഞമ്മനങ്ങാട് ശാഖാ മന്ദിരത്തിൽ സംഘടിപ്പിച്ചു. SNDP ഗുരുവായൂർ യൂണിയൻ സെക്രട്ടറി PS സജീവന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗം PP സുനിൽകുമാർ, യൂണിയൻ കൌൺസിൽ അംഗം KK രാജൻ, വനിതാ സംഘം സെക്രട്ടറി ശൈലജ കേശവൻ, ഞമ്മനങ്ങാട് ശാഖാ പ്രസിഡന്റ് പുഷ്കരൻ കാവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിന് സ്ഥലം സൗജന്യമായി നൽകിയ കാവീട്ടിൽ പുഷ്കരനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ കൌൺസിൽ അംഗം ഗോപി തോട്ടുപുറത്ത് സ്വാഗതവും ശാഖാ സെക്രട്ടറി രമേശ് ചേമ്പിൽ നന്ദിയും പറഞ്ഞു. പടിഞ്ഞാറൻ മേഖലയിലെ 8 ശാഖയിൽ നിന്നുള്ള ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ നിർത്തലാക്കുകയും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ CPIM പന്നിത്തടം, കടങ്ങോട് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വെള്ളറക്കാട് പള്ളി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം S വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ അധ്യക്ഷയായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PS പ്രസാദ്, KM നൌഷാദ്, വെള്ളറക്കാട് ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ നാസർ, കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ UV ഗിരീഷ്, PA ഉണ്ണികൃഷ്ണൻ, സുഗിജ സുമേഷ്, V ശങ്കരനാരായണൻ, പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, കടങ്ങോട് ലോക്കൽ സെക്രട്ടറി CH ലാഷ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ല ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു. പഴഞ്ഞി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുത്ത മത്സരത്തിൽ 3 കാറ്റഗറികളിൽ നിന്നും 28 പോയിന്റ് കരസ്ഥമാക്കി വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 24 പോയിന്റ് നേടി അസിസി സ്കൂൾ തലക്കോട്ടുകര 2ാം സ്ഥാനവും 18 പോയിന്റോടെ അൽ അമീൻ സ്കൂൾ കേച്ചേരി 3ാം സ്ഥാനവും നേടി. ആദ്യമായാണ് പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ ഉപജില്ലാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്.
യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് 2026 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷത വഹിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാം പാത്രമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാർ, വാർഡ് മെമ്പർമാരായ അൻസാർ, ഷീന, സാബു, ഷൈനി ഫ്രാൻസിസ്, പ്രിയ ടീച്ചർ, സഹകരണ ബാങ്ക് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച UDF സർക്കാരിന്റെ നടപടിക്കെതിരെ CPIM എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ M നന്ദീഷ്, PC അബാൽമണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് സുമന സുഗതൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, ബബിത ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത പിന്നണി ഗായിക S ജാനകിയുടെ ഗാനങ്ങൾ മലയാളി മനസ്സിനെ മതേതര ആത്മീയതയിലേക്ക് നയിച്ചതായി പ്രമുഖ എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ചങ്ങരംകുളത്ത് കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച S ജാനകി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ ഗാനങ്ങളിലൂടെ രൂപപ്പെട്ട മതേതര ഈശ്വര സങ്കല്പം മലയാളിയുടെ മനസ്സിന്റെ ഭാഗമായി മാറുന്നതിൽ S ജാനകിയുടെ ഗാനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മതചിഹ്നങ്ങൾക്കപ്പുറം ഈശ്വര സങ്കല്പത്തെ മതേതരമായി കാണാൻ ഇത്തരം ഗാനങ്ങൾ മലയാളിയെ സഹായിച്ചിട്ടുണ്ടെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. P കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി S ജാനകിയുടെ വേറിട്ടതും ജനപ്രിയവുമായ ഗാനങ്ങൾ കോർത്തിണക്കി സംഗീതാർച്ചനയുമുണ്ടായി. PP രാജന്റെ നേതൃത്വത്തിലുള്ള വളയംകുളം സ്റ്റാർ വോയ്സ് മ്യൂസിക് ബാൻഡാണ് ഗാനാഞ്ജലി അവതരിപ്പിച്ചത്. സുനിൽ, രചന പ്രകാശ്, നസീർ, PP രാജൻ, ഷംനാഥ്, പ്രതീജ, കബീർ, വരലക്ഷ്മി, ദിവാകരൻ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. കാണി ഫിലിം സൊസൈറ്റി ഭാരവാഹികൾ, ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. V മോഹനകൃഷ്ണൻ സ്വാഗതവും അടാട്ട് വാസുദേവൻ നന്ദിയും പറഞ്ഞു. കുറ്റിപ്പുറം തൃശൂർ പാതയിൽ നിരന്തരമായി ഉണ്ടാകുന്ന വാഹനാപകടത്തിന് പരിഹാരമായി വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം യോഗം അധികാരികളോട് ആവശ്യപ്പെട്ടു. നിർത്തിവെച്ച പഞ്ചിംഗ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം അവസാനിപ്പിക്കുക, നിലവിലുള്ള സിഗ്നൽ കാര്യക്ഷമമാക്കുക, കല്ലുംപുറം സെന്റർ, അക്കിക്കാവ് ജംഗ്ഷൻ, പാറേമ്പാടം, പഴഞ്ഞി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സിഗ്നൽ സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT പോൾ, സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഇട്ടിയച്ചൻ തരകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. ചൊവ്വന്നൂർ വലിയ വളപ്പിൽ വേലായുധൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തും. ശാരദ ഭാര്യയും പ്രദീപ്, പ്രസാദ്, പ്രമോദ്, പ്രകാശ്, പ്രജേഷ്, പ്രമീള എന്നിവർ മക്കളുമാണ്. കൂനമുച്ചി പുലിക്കോട്ടിൽ ജോസ് ഭാര്യ മേരി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജെസി, ഡേവിഡ്, സലോമി എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.